നീ മാത്രം മാറി നിൽക്കുന്നത് അച്ഛന് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതുകൊണ്ട് മോള് വാ. ഞാൻ അവിടേക്ക് വന്നോ? ഇനിയും അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഈ ചടങ്ങ് മുടങ്ങിയെന്ന് വരും. ഞാൻ കാരണം അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വരുന്നില്ല അച്ഛാ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നാലും എടുക്കുന്ന തീരുമാനമേ ഞാനും എടുത്തിട്ടുള്ളൂ. എനിക്ക് വേണ്ടി സംസാരിച്ചും വക്കാലത്ത് പറഞ്ഞും നിങ്ങളും കൂടി ആതിരയുടെ ശത്രു ആവണ്ട. അതുകൊണ്ട് അച്ഛനും അമ്മയും സച്ചേനും ഒക്കെ ചെല്ല. എന്നെ എന്തായാലും പ്രതീക്ഷിക്കണ്ട. ഞാൻ വരില്ല. അമ്മ സച്ചേട്ടന് ചെല്ല്. ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കണ്ട. ചെല്ല് സച്ചേട്ടാ. ഇവരെ ഇത് ചെയ്യുള്ളൂ, എനിക്ക് ഉറപ്പാത്. ഇവര് ഇത് നിന്റെ ചേച്ചിയാ. ചേച്ചി ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്ന ഇവരെ ചേച്ചി നല്ല വിളിക്കണ്ട. അർച്ചനെ, അച്ഛൻ നിന്നോട് കുഞ്ഞിന്റെ നാവിൽ തേച്ചു കൊടുക്കാനുള്ള തേൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞു. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. നിന്റെ ഈ തീരുമാനം തന്നെ ശരി. എന്നെങ്കിലും ആതിരയുടെ അഹങ്കാരം കുറയും. അന്നേരം ചോദിക്കണം എനിക്ക് അവളോട്. ഇന്നാണ് നെല്ലിശ്ശേരിയിലെ കുഞ്ഞിന്റെ നൂലുകെട്ട്. മുറ വെച്ച് നോക്കുമ്പോ അമ്മാവന്റെ സ്ഥാനത്താണ് ധനുഷ്. അങ്ങോട്ടൊന്ന് പോകണമെന്നില്ലേ? പോകണം. അതിനെ പോയിന്ന് ജീവനോടെ കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ഇത്ര ദൂരം അവിടെ ഓടിയെത്തുന്നതിന് മുൻപ് അതിന്റെ ജീവൻ പോവും. അതെങ്ങനെ? അതിനുള്ളതൊക്കെ ഞാൻ അവന്തിയേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.